ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 14 അധ്യായം 17 വാക്യം. യെശയ്യാ 24:17. രാജ്യങ്ങളെ കുലുക്കുകയും ഭൂതലത്തെ മരുഭൂമി പോലെ ആക്കുകയും അതിലെ പട്ടണങ്ങളെ ഇടിച്ചു കളയുകയും തൻ്റെ ബദ്ധന്മാരെ വീട്ടിലേക്ക് അഴിച്ചുവിടാതിരിക്കുകയും ചെയ്തവൻ ഇവനല്ലയോ എന്ന് നിരൂപിക്കും. ദൈവത്തിന് സ്തോത്രം. രാജ്യങ്ങൾ കുലുങ്ങുന്നു, ഭൂമി കുലുങ്ങുന്നു, ദേശത്ത് അഴിമതി നടമാടുന്നു, എല്ലാം ദൈവം കാണുന്നു, എല്ലാം കാണുന്നു, ദൈവം എഴുതി വയ്ക്കുന്നു. വീണ്ടും വായിക്കുക 24 അധ്യായം 17 വാക്യം. ഭൂവാസിയെ പേടിയും കുഴിയും കെണിയും നിനക്ക് നേരിട്ടിരിക്കുന്നു. ഭൂവാസിയെ പേടിയും കുഴിയും കണിയും നിനക്ക് നേരിട്ടിരിക്കുന്നു. പേടി കേട്ട് ഓടിപ്പോകുന്നവൻ കുഴിയിൽ വീഴും. പേടി കേട്ട് ഓടിപ്പോകുന്നവൻ കുഴിയിൽ വീഴും. കുഴിയിൽ നിന്ന് കയറുന്നവൻ കെണിയിൽ അകപ്പെടും. കുഴിയിൽ നിന്ന് കയറുന്നവൻ കെണിയിലകപ്പെടും. ഉയരത്തിലെ കിളിവാതിലുകൾ തുറന്നിരിക്കുന്നു. കിളിവാതിലുകൾ തുറന്നിരിക്കും. മഴ ഭയങ്കരമായി പെയ്യുന്നു. ഉയരത്തിലെ കിളിവാതിലുകൾ തുറന്നിരിക്കുന്നു. ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങുന്നു. അടിസ്ഥാനങ്ങൾ കുലുങ്ങുന്നു. ഭൂമി ഉലക്കങ്ങൾ, ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നു. ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങുന്നു. ഭൂമി പൊടുപൊടെ പൊട്ടുന്നു. ഭൂമി പൊടുപൊടെ പൊട്ടുന്നു. ഭൂമി കിറുകിറെ കീറുന്നു. കിറുകിറെ കീറുന്നു. ഭൂമി കിടുകിട കിടുങ്ങുന്നു. കിടുകിട കിടുങ്ങുന്നു. ഭൂമി മത്തനെ പോലെ ചാഞ്ചാടുന്നു. മത്തനെ പോലെ ചാഞ്ചാടുന്നു. കാവൽ മാടം പോലെ ആടുന്നു. കാവൽ മാടം പോലെ ഭൂമി ആടുന്നു. അതിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഭൂമിയിൽ ന്യായവിധി വരികയാണ്. ഈ ഭൂമി ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നു. ഒന്നും യാദൃശ്ചികമല്ല. ഇതുപോലെ ന്യായവിധികൾ വരാതിരിക്കാൻ നാം എന്താണ് ചെയ്യേണ്ടത്? എന്താണ് ചെയ്യേണ്ടത്? ടേൺ അഗെയിൻ ടു ഗോഡ് സോ ദാറ്റ് ഐ ക്യാൻ ഗിവ് യു ബെറ്റർ ന്യൂസ്. അതിവേഗം ദൈവത്തിലേക്ക് തിരിയുക. വേറൊന്നുമല്ല ചെയ്യേണ്ടത്. ടേൺ അഗെയിൻ ടു ഗോഡ്. വീണ്ടും നിങ്ങൾ ദൈവത്തിലേക്ക് തിരിയൂ. പ്രിയപ്പെട്ടവരെ, മാനസാന്തര അനുഭവം ഉള്ളവരാണ് നിങ്ങൾ പലരും. പക്ഷേ ഇപ്പോൾ കർത്താവ് പറയുന്നു, ടേൺ അഗെയിൻ ടു ഗോഡ്. വീണ്ടും നിങ്ങൾ ദൈവത്തിലേക്ക് തിരിയുവീൻ. ഒരിക്കൽ തിരിഞ്ഞതാണ്, പിന്നെ എന്തിനാ തിരിയുന്നത്? ഒരിക്കൽ തിരിഞ്ഞതാണെങ്കിലും നിങ്ങൾ ശിശുവിനെ പോലെ മാത്രം ഇരിക്കുന്നു. ഇനിയും വളരേണ്ടിയിരിക്കുന്നു. ആത്മാവിൽ വളരേണ്ടിയിരിക്കുന്നു. ഒരു കുഞ്ഞ് ജനിച്ചു. ആ കുഞ്ഞ് ജനിച്ച പാടതിനിരുന്നാൽ അതിന് ആഹാരം ഒന്ന് വായിൽ കൊടുക്കണം. അത് 3 വയസ്സായി 5 വയസ്സായി കുഞ്ഞിന് ആഹാരം വായിൽ കൊടുക്കണം. ദയനീയമായ അവസ്ഥയല്ലേ? ആ കുഞ്ഞ് ജനിച്ചു, 10 വയസ്സായി 12 വയസ്സായി, കുഞ്ഞ് നടക്കുന്നില്ല, കൈ സ്വന്തമായിട്ട് ഉപയോഗിക്കുന്നില്ല, കൈ അനക്കുന്നില്ല, നിശബ്ദമാണ്, മിണ്ടുന്നില്ല. എത്രയോ ഭയാനകമായ കാര്യമാണ്, ദയനീയമായ കാര്യമാണ് അല്ലേ? എന്നതുപോലെ നിങ്ങളൊരിക്കൽ മാനസാന്തരപ്പെട്ടവരാണെങ്കിലും ഇവിടെയുള്ള ചിലരെല്ലാം ഇന്ന് അനക്കമറ്റവരാണ്. ഇന്ന് ചൈതന്യം നശിച്ചുപോയവരാണ്. പ്രിയപ്പെട്ടവരെ, ആത്മീയമായ ഉത്തേജനമെല്ലാം നഷ്ടപ്പെട്ടു പോയി, ഉണർവ് നഷ്ടപ്പെട്ടു പോയി. ഇന്ന് അറിയാതെ പാപം വന്നു, ലോകസ്നേഹം വന്നു, ലോകസ്നേഹത്തിലേക്ക് തിരിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഓർക്കുക, ഭൂമിയിൽ ന്യായവിധി വരും. രണ്ടാമത് ന്യായവിധി വരുന്നത് തലമുറകളുടെ മേലാണ്. തലമുറകൾക്ക് ന്യായവിധി വരും. തലമുറകൾക്ക്. ഞാൻ ചെയ്യുന്ന പാപത്തിന് ഞാൻ മാത്രം അതിൻ്റെ ശിക്ഷയേറ്റാൽ പോരാ, എൻ്റെ മക്കൾ ശിക്ഷയേൽക്കേണ്ടി വരും. മക്കളും ശിക്ഷയേൽക്കേണ്ടി വരും. 3, 4 തലമുറ വരെ ശിക്ഷയേൽക്കേണ്ടി വരും. പുറപ്പാട് പുസ്തകം 20 അധ്യായം 5 വാക്യം. പുറപ്പാട് 20:5, പുറപ്പാട് 34:7. നിന്റെ ദൈവമായ യഹോവയെ ഞാൻ തീക്ഷ്ണതയുള്ള ദൈവമാകുന്നു. എന്നെ പയക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കുകയും 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കും. മോനെ, നീ ചെയ്യുന്ന പാപത്തിന് നിന്റെ മക്കൾ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. നീ ഏതെങ്കിലും അരുതാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരുപക്ഷെ നീ ബ്ലൂ ഫിലിം കണ്ട് രസിച്ചായിരിക്കാം. നീ ഇൻ്റർനെറ്റിൽ കടന്ന് അരുതാത്ത ചിത്രം കണ്ട് രസിച്ചായിരിക്കാം. മോളെ, നീ ചെയ്യുന്നതായ വൃത്തികെട്ടതായ ജീവിതം എല്ലാം നിൻ്റെ മക്കളുടെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ദൈവത്തിന് സ്തോത്രം. മക്കളും അനുഭവിക്കും, മക്കളും അനുഭവിക്കും. എന്നെ പയക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കും. പുറപ്പാട് 34:7. കുറ്റമുള്ളവനെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അകൃത്യം മക്കളുടെ മേലും മക്കളുടെ മക്കളുടെ മേലും 3-ാമത്തെയും 4-ാമത്തെയും തലമുറയോളം സന്ദർശിക്കുന്നവൻ 4-ാമത്തെയും തലമുറയോളം സന്ദർശിക്കും. വേദപുസ്തകം പറയുന്നതാണ്. ദൈവത്തിന് മാറ്റമില്ലാത്ത വചനം പറയുന്നതാണ്. ആവർത്തനം 5:9 വായിക്കാം. ആവർത്തനം 5:9. എന്നെ പയക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കുകയും 3-ാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കും. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, കളിയല്ല ഈ ജീവിതം, നിസ്സാരമല്ല ഈ ജീവിതം. ഈ ഭൂമിയിൽ നാം ജനിച്ചതിന് ശേഷം നമ്മൾ ഓർമ്മ വെച്ച കാലം മുതലുള്ള ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കൂ. എന്തെല്ലാം തെറ്റുകളാണ് സംഭവിച്ചിട്ടുള്ളത്, എന്തെല്ലാം അഴിമതിയാണ് സംഭവിച്ചിട്ടുള്ളത്, എന്തെല്ലാം വൃത്തികേടുകളാണ് സംഭവിച്ചിട്ടുള്ളത്. നമ്മൾ മാതാപിതാക്കന്മാരെ ബഹുമാനിച്ചിട്ടുണ്ടോ? നാം മാതാപിതാക്കന്മാരുടെ ധിക്കാരമായി പറഞ്ഞിട്ടുണ്ടോ, പെരുമാറിയിട്ടുണ്ടോ? ഭർത്താവിനെ അനുസരിച്ചിട്ടുണ്ടോ? ഭർത്താവിന് കീഴ്പ്പെട്ടിട്ടുണ്ടോ? ഭാര്യയെ സ്നേഹിച്ചിട്ടുണ്ടോ? ആ സ്ത്രീക്ക് വേണ്ടി കരുതിയിട്ടുണ്ടോ? ഹൃദയംഗമമായ ഒരു പരസ്പര ബഹുമാനം നിങ്ങൾക്കുണ്ടായിരുന്നുവോ?
മക്കളെ നിങ്ങൾ വാത്സല്യത്തോടെ കരുതിയിരുന്നവർക്ക് വേണ്ടി നിങ്ങൾ ഏറ്റവും നല്ലത് ചെയ്തിരുന്നുവോ? നിങ്ങൾ മക്കളെക്കുറിച്ച് കരുതലുണ്ടായിരുന്നുവോ? ഒന്നായി ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ മക്കൾ വഴിതെറ്റി പോകുന്നതിന് നിങ്ങൾ ഉത്തരവാദികളാണെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങളുടെ മക്കൾ വഴിതെറ്റി പോകുന്നതിന് മക്കളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളൊരു മാതൃക കാണിച്ചു കൊടുക്കണം. നിങ്ങളുടെ ജീവിതം യേശുക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ളതാണെന്ന് ആ മക്കൾ കാണട്ടെ. കാണാൻ വ്യത്യാസം, ജീവിതത്തിൽ വ്യത്യാസം വരും. എൻ്റെ അമ്മയുടെ സ്വഭാവം മാറിപ്പോയി. അമ്മ ഇപ്പോൾ ശാന്തശീലയാണ്. മുമ്പ് കോപിഷ്ഠിയായിരുന്നു. ഇല്ല, ഇപ്പോൾ ശാന്തമായ ശീലം, ശാന്ത സ്വഭാവം. എൻ്റെ അപ്പൻ്റെ സ്വഭാവം, കോപം ഇപ്പോൾ വരുന്നില്ല. എൻ്റെ അപ്പന് മുമ്പ് ഭയങ്കര കോപമായിരുന്നു. എന്തിനും തൊട്ടത്തിനും പിടിച്ചതിനും പൊട്ടിത്തെറിക്കുന്ന കോപമായിരുന്നു. ഇപ്പോൾ അത് വരുന്നില്ല. അങ്ങനെ മക്കൾ കാണട്ടെ. കാണാം നിങ്ങളുടെ കുടുംബത്തിൽ വ്യത്യാസം വരുന്നത്. പിതാക്കന്മാരുടെ കൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറയിൽ മക്കളുടെ മേൽ സന്ദർശിക്കും. യുവർ ജഡ്ജ്മെൻ്റ് ഡേ ഈസ് ഡോണിങ് നൗ. ന്യായവിധി പുലരാൻ പോകുന്നു. കാവൽക്കാര രാത്രി എന്തായി? ദൈവത്തിന് സ്തോത്രം. പ്രഭാതവും രാത്രിയും വന്നിരിക്കുന്നു. എന്താണ് അതിൻ്റെ അർത്ഥം? പ്രഭാതവും വന്നിരിക്കുന്നു, രാത്രിയും വന്നിരിക്കുന്നു. ഒരു കൂട്ടം ആളുകൾക്ക് പ്രഭാതമാണ്, വേറെ കൂട്ടം ആളുകൾക്ക് രാത്രിയാണ്. അത് മനസ്സിലാക്കാൻ മലാഖി പ്രവചനം വായിക്കണം. മലാഖി പ്രവചനം 4-ാം 1-ാം വാക്യം വായിക്കുക. മലാഖി പ്രവചനം 4-ാം അധ്യായം 1-ാം വാക്യം മുതൽ. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവൃത്തിക്കാരും താളടിയാകും. വരുവാനുള്ള ആ ദിവസം വേരും കൊമ്പും ശേഷിപ്പിക്കാതെ അവരെ ദയിപ്പിച്ചു കളയുമെന്ന് സൈന്യങ്ങളെ യഹോവ അരുളി ചെയ്യുന്നു. എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തൻ്റെ ചെറുകിൻ കീഴിൽ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കും. ദൈവത്തിന് സ്തോത്രം. എന്താ പറഞ്ഞത്? ഒരു കൂട്ടം ആളുകൾക്ക് ദണ്ഡനം, ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവർത്തിക്കാരും താളടിയാകും. പ്രിയപ്പെട്ടവരെ, കേൾക്കൂ, സത്യമാണ്. എല്ലാവരും കത്തി നശിച്ചു പോകും. ദുഷ്പ്രവർത്തിക്കാരൊക്കെയും വൈക്കോൽ വെന്ത് തീരുന്നതുപോലെ വെന്തടിയും. എന്നാൽ എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തൻ്റെ ചെറിയ കീഴിൽ രോഗോപശാന്തിയോട് ഉദിക്കും. നിങ്ങളും പുറപ്പെട്ട് തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കിടാക്കളെ പോലെ തുള്ളിച്ചാടും. അതെങ്ങനെയാണത്? ഒരു കൂട്ടം ആളുകൾ തുള്ളിച്ചാടും, നൃത്തം ചെയ്യുന്നു. കന്നുകുട്ടികൾ, പശുക്കുട്ടികൾ തൊഴുത്തിൽ നിന്ന് അഴിച്ചുവിടുമ്പോൾ ഓടിച്ചാടി കളിച്ച് ഉല്ലസിച്ച് നടക്കുന്നത് പോലെ ഒരു കൂട്ടം ആളുകൾ വളരെ സന്തോഷിച്ച് നൃത്തം ചെയ്യും. എന്നാൽ അതേ സമയത്ത് വേറെ കൂട്ടം ആളുകൾ മുറവിളി, ഭയങ്കരമായ മുറവിളി. എന്താണത്? ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവൃത്തിക്കാരും താളടിയാകും. ഇതെല്ലാം ഈ വേദപുസ്തകത്തിലുള്ളതല്ലേ, പുതുതായിട്ടൊന്നും കേൾക്കുന്നതല്ലല്ലോ. നിങ്ങൾ വായിച്ചു നോക്കണം. വേദപുസ്തകത്തിലെല്ലാം ഉണ്ട്. എല്ലാം ഇതിനകത്ത് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. വരാനിരിക്കുന്ന കാര്യങ്ങൾ. ചൂള പോലെ കത്തുന്നൊരു ദിവസം എല്ലാം തീയിൽ വെന്തടിയും. എല്ലാം എന്തിന്? ഇന്ന് കോടാനുകോടി മൈൽ അകലെയുള്ള ശൂന്യാകാശത്തിൽ നിന്ന് ഒരു നക്ഷത്രം അടർന്നു വന്നാൽ മതി ഈ ഭൂമി ഒടിഞ്ഞു പോകാൻ. എല്ലാം തീരും. എല്ലാം കത്തി അഴിയും, കത്തിപ്പോകും. ഇന്ന് നാം നിൽക്കുന്ന ഈ ഭൂമി ഒരു പ്രത്യേക പ്രണോദത്തിലാണ് ഈ ഭൂമി നിൽക്കുന്നത്. ആ പ്രണോദത്തിൽ നിന്ന് അല്പം ഒന്ന് സൂര്യനോട് അല്പം ഒന്ന് അടുത്താൽ എല്ലാവരും കത്തിച്ചാമ്പലാകും. എത്ര വിദഗ്ധമായിട്ടാണ് ജീവനുള്ള ദൈവം എല്ലാം സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. അല്പം അകന്നു പോയാലോ, അല്പം ഒന്ന് അകന്നാൽ നാം മുഴുവൻ മഞ്ഞിൽ പൊതിഞ്ഞ്, നാം തണുത്തുറഞ്ഞ് നാം മരിച്ചു പോകും. ഈ അടുത്താൽ ചൂടിൽ വെന്തുപോകും, തീയിൽ വെന്തുപോകും. അകന്നാൽ നാം തണുപ്പിൽ ഉറഞ്ഞു പോകും. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഒരു പ്രത്യേക ഭ്രമണതലത്തിൽ നിന്ന് നിർത്തിയിരിക്കുകയാണ് ഭൂമിയെ. ദൈവത്തിൻ്റെ അത്ഭുത സൃഷ്ടിയാണ്. ദൈവത്തിന് നമ്മോടുള്ള കരുണയാണ്. ഈ ഭൂമി പൊട്ടിപ്പൊടിയാൻ അതിന് നേരം വേണ്ട. അങ്ങ് ഒരു ചിന്ന നക്ഷത്രം പറന്നു വന്നാൽ അത് ഈ ഭൂമിയിലൊന്ന് ഹിറ്റ് ചെയ്താൽ, ഈ ഭൂമിയിലൊന്ന് അടിച്ചാൽ ഭൂമി തകർന്നു പോകും. അതാണ് പത്രോസ് പറയുന്നത്. പത്രോസിൻ്റെ 2-ാമത്തെ ലേഖനം 3-ാം അധ്യായം 10-ാം വാക്യം വായിക്കാം. പത്രോസിൻ്റെ 2-ാമത്തെ ലേഖനം 3-ാം അധ്യായം 10-ാം വാക്യം. കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും. ഒരു ദിവസം വരാനിരിക്കുന്നു, കള്ളനെ പോലെ. ഒട്ടും വിചാരിച്ചിരിക്കാത്ത സമയത്ത് വരും. കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. കാണുന്ന ഈ അന്തരീക്ഷം കൊടുമുഴക്കത്തോടെ ആകാശം ഒഴിഞ്ഞു പോകും. മൂലപദാർത്ഥങ്ങൾ കത്തിയഴുകയും. മൂലപദാർത്ഥങ്ങൾ എന്താണ്? മൂലപദാർത്ഥങ്ങൾ മിനറൽസ്, മെറ്റൽസ് ആൻഡ് സോൾട്ട്സ്. മെറ്റൽസ് എല്ലാ ലോഹങ്ങളും ധാതുക്കളും ലവണങ്ങളും എല്ലാം കത്തിയഴി. ഈ ഭൂമിയിലുള്ളതായ എല്ലാ വസ്തുക്കളും, എല്ലാ ലോഹങ്ങളും, ഈ ഭൂമിക്ക് കീഴിലുള്ളതായ ലോഹങ്ങൾ, ധാതുക്കൾ, ലവണങ്ങൾ എല്ലാം കത്തിയഴിയും. മൂലപദാർത്ഥങ്ങൾ കത്തി അഴിയുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തു പോകുകയും ചെയ്യും. ഭൂമിയിലുള്ള പണികളും വെന്തു പോകുകയും ചെയ്യും. എല്ലാം ഭൂമി വെന്തു പോകും.
എല്ലാം എന്തു പോകും? ഭൂമിയും അതിലുള്ള പണികളും പണിപ്പാടുകളെല്ലാം എന്തു പോകും? ഉത്തുംഗ ഗോപുരങ്ങൾ പണിയുന്നുണ്ട്, മനോഹരമായ വലിയ വലിയ ഗോപുര ശൃംഖങ്ങൾ പണിയുന്നുണ്ട്, കൊടുമുടി പോലുള്ള ഗോപുരങ്ങൾ പണിയുന്നുണ്ട്, മനോഹരമായ ഭവനങ്ങൾ പണിയുന്നുണ്ട്. എല്ലാം കത്തിത്തീരാൻ സെക്കൻഡ് നേരം മാത്രം എല്ലാം തീരും. ഇന്ന് ഈ പറയുന്ന ഞാനും പ്രിയപ്പെട്ടവരെയും നിങ്ങളും ആ ദിവസം ഈ ഭൂമിയിൽ വെച്ച് ഈ ഭൂമിയിൽ ആയുസുള്ളപ്പോഴാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നാമും എന്തടിയും, സംശയിക്കേണ്ട. ദൈവത്തിന് സ്തോത്രം. അത് വരാൻ പോകുന്നതാണ് പറയുന്നത്. യുവർ ജഡ്ജ്മെൻറ്റ് ഡേ ഈസ് ഡോണിങ് നൗ. അടുത്ത് വന്നിരിക്കുന്നു. കാവൽക്കാര രാത്രി എന്തായി? കാവൽക്കാര രാത്രി എന്തായി? പ്രഭാതവും രാത്രിയും വന്നിരിക്കുന്നു. ഒരു കൂട്ടം ആളുകൾക്ക് പ്രഭാതം, വേറൊരു കൂട്ടം ആളുകൾക്ക് രാത്രി. ഒരു കൂട്ടം ആളുകൾക്ക് സന്തോഷത്തിൻ്റെ തിമിർപ്പ്, വേറൊരു കൂട്ടം ആളുകൾക്ക് ദുഃഖത്തിൻ്റെ നെടുവീർപ്പ്. ദൈവത്തിന് സ്തോത്രം. അല്ലേ അതിലെ സംഭവിക്കാൻ പോകുന്നത് വേദപുസ്തകം പറയുന്നു. ഇന്ന് നിങ്ങൾ കേൾക്കൂ, നിങ്ങൾ ഓരോരുത്തരും മരിച്ചു കഴിഞ്ഞ ശേഷമാണെങ്കിലും ന്യായവിധിയെ നേരിടും. അല്ല, ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോഴാണെങ്കിലും ന്യായവിധിയെ നേരിടും. പാവത്തെ വിട്ടൊഴിഞ്ഞുകൊള്ളുക, ന്യായവിധി മാറ്റിക്കൊള്ളുക. എങ്ങനെ മാറും? മാറാനൊരു പോകാൻ വഴിയുണ്ട്, അതിന് മാർഗമുണ്ട്. എന്താണ് മാർഗം? ദൈവത്തിന് സ്തോത്രം. റോമർ ലേഖനം 8-1 വാക്യം. ന്യായവിധി മാറ്റാൻ ഒരു മാർഗം കർത്താവ് തന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. റോമർ 8:1. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ഇപ്പോൾ ശിക്ഷാവിധി മാറി. ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. രക്ഷപ്പെടാം. ഇന്നൊരു ചാൻസ് ഉണ്ട്. ഇന്ന് സുപ്രസാദകാലമാണ്. ഇന്ന് കൃപയുടെ പെട്ടകം തുറന്നിരിക്കുകയാണ്. ഇന്ന് ആർക്കും കയറി വരാം, ഏത് കൊടും പാപിക്കും കയറി വരാം. പെട്ടകത്തിന് വാതിൽ തുറന്നിരിക്കുന്നു. സിംഹത്തിന് കയറാം, പുള്ളിപ്പുലിക്ക് കയറാം, കരടിക്ക് കയറാം, ചെന്നായിക്ക് കയറാം, മാൻപേടയ്ക്ക് കയറാം, പാവം കുഞ്ഞാടിനും കയറാം. അവിടെ വഴക്കില്ല. പെട്ടകത്തിനകത്ത് കയറിയാൽ വഴക്കില്ല. മാനെ പുലി ആക്രമിക്കുകയില്ല, ചെറിയ ആട്ടിൻകുട്ടിയെ ചെന്നായി ആക്രമിക്കുകയില്ല. അതിനകത്ത് കയറിയാൽ പെട്ടകത്തിനകത്ത് കയറിക്കൊള്ളുക. ഏതാണ് ഈ പെട്ടകം? ഭൂമിയിൽ പണിയുന്ന പെട്ടകമൊന്നുമല്ല. യേശു ക്രിസ്തു സ്വന്തം ശരീരം കുരിശിന്മേൽ അർപ്പിച്ച് പെട്ടകത്തിലേക്ക് ഒരു വഴി ഇവിടെ തുറന്നിട്ടുണ്ട്. കർത്താവിൻ്റെ തിരുവിലാവ്. ഭൂമിയിൽ പണിയുന്ന പെട്ടകങ്ങളെല്ലാം മനുഷ്യൻ്റെ ഫോഷ്കാണ്. ഇത് പെട്ടകം പണിയുന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, അതൊക്കെ വെറും മണ്ടത്തരം. അതൊന്നും ആത്മീയമല്ല. പെട്ടകം പണിയുന്നതുകൊണ്ട് പെട്ടകത്തിലേക്ക് ഓടി വെക്കാൻ കയറിക്കൊള്ളു എന്ന് പറയുന്ന ചില മൂഢ ഫോഷ്കിൻ്റെ വിശ്വാസങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും നിങ്ങൾ കേട്ടുപോവുകയും പോലും ചെയ്യരുത്. പെട്ടകമുണ്ട്. ഗോകുൽത്തായിൽ സ്ഥാപിക്കപ്പെട്ട പെട്ടകം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. കർത്താവ് യേശു ക്രിസ്തു ആകുന്ന പെട്ടകം, യേശു ക്രിസ്തുവിന് തിരുവിലാവാകുന്ന പെട്ടകം. ആ ക്രിസ്തുവിൻ്റെ ക്രൂശിലെ ആ തിരുരക്തത്തിൽ എല്ലാം മാഞ്ഞ് നാം ആ പെട്ടകത്തിലേക്ക് പ്രവേശിക്കാം. ആർക്കും പ്രവേശിക്കാം. കൊടും ക്രൂര പാതകിക്കും പ്രവേശിക്കാം, കഠിന പാവിക്കും പ്രവേശിക്കാം, ക്രൂരതയുള്ളതിനും പ്രവേശിക്കാം, കൊലപാതകിക്കും പ്രവേശിക്കാം, ഗർഭഛിതരം നടത്തിയവനും പ്രവേശിക്കാം. പ്രിയപ്പെട്ടവരെ, എന്നും വീട്ടിൽ കലക്കമുണ്ടാക്കിയതിനും പ്രവേശിക്കാം. ഒറ്റയ്ക്കൊരു കാര്യം മാത്രം, ഇപ്പോൾ ക്രിസ്തു യേശുവിലായാൽ മാത്രം മതി. ടു ബി ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിലായാൽ മാത്രം മതി, വേറൊന്നും വേണ്ട. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇത്രയൊന്നും ഞാൻ മനസ്സിലാക്കിയിട്ടല്ല. എൻ്റെ 17-ാമത്തെ വയസ്സിൽ ഞാൻ ജീവിതം കർത്താവിന് സമർപ്പിച്ചു. ഇത്രയൊന്നും എനിക്കറിയാൻ പാടില്ലായിരുന്നു. ഈ വാക്യങ്ങൾ വായിച്ചിട്ടുണ്ടാകും, പക്ഷേ ഒന്നും അർത്ഥം മനസ്സിലായിട്ടില്ല. 17 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഒന്നെനിക്കുണ്ടായിരുന്നു, ഞാൻ ദുഃഖിതനായിരുന്നു, ഞാൻ വളരെ അവശനായിരുന്നു, ഞാൻ അപകർഷബോധം കൊണ്ട് തല താണവനായിരുന്നു. പ്രിയപ്പെട്ടവരെ, എൻ്റെ അപ്പൻ 2 വയസ്സുള്ളപ്പോൾ മരിച്ചു. ഈ 2 വയസ്സുള്ളപ്പോൾ എൻ്റെ ചേട്ടനും മരിച്ചു. ഞാനും എൻ്റെ അമ്മയും എൻ്റെ പെങ്ങളും മാത്രം, 3 പേര്. മുഖത്തോട് മുഖം നോക്കിയിരുന്ന് കരയാമെന്ന് മാത്രം. ഞങ്ങൾ 3 പേരും ഒറ്റപ്പെട്ടു പോയിരുന്നു. ഞങ്ങൾ ക്ഷീണിച്ചു പോയിരുന്നു, ഞങ്ങൾ തളർന്നു പോയിരുന്നു. ഞാൻ ദുഃഖിതനായിരുന്നു, ഞാൻ നിരാശനായിരുന്നു. പലപ്പോഴും തനിയിരുന്ന് കരഞ്ഞിട്ടുണ്ട്. അമ്മ കരയുമ്പോഴെല്ലാം കൂടെ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്. അമ്മ നെഞ്ചത്തടിച്ച് കരയാറുണ്ട്. എൻ്റെ കർത്താവേ, എങ്കിലും ഇതെനിക്ക് വന്നല്ലോ, നീ എന്താണ്, ഞാൻ എന്ത് ഘോരപാപം ചെയ്തിട്ടാണ് നീ എനിക്കിത് വരുത്തിയത് എന്നൊക്കെ അമ്മ പറഞ്ഞ് കരയാറുണ്ട്. അമ്മയ്ക്ക് 30 വയസ്സിലേ അമ്മ വിധവയായി. 30 വയസ്സ്. അപ്പന് 33-ാമത്തെ വയസ്സിലാണ് മരിച്ചത്. പ്രിയപ്പെട്ടവരെ, മനസ്സ് തകർന്നവനായി ഞാൻ പള്ളിയിൽ പോയിരുന്നു വചനം കേൾക്കാൻ. മനസ്സ് ഉടഞ്ഞവനായി ഞാൻ പോയിരുന്നു, ഹൃദയം തകർന്നവനായി പോയിരുന്നു. തീവ്രമായ ദുഃഖം എൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. ഞാൻ പ്രസംഗം ആദ്യം ശ്രദ്ധിച്ചില്ല, കാരണം എനിക്ക് ഈ പ്രസംഗത്തിൻ്റെ കേൾക്കേണ്ട ആവശ്യമില്ല. ഞാൻ മനസ്സിലൊരു പാപം ചെയ്തിട്ടില്ലല്ലോ. ഭാഗ്യവശാൽ ആ ചെറുപ്പകാലം മുതലേ പ്രകടമായ ഒരു തെറ്റിലേക്ക് പോകാനിടയായില്ല. തെറ്റിലേക്കൊന്നും പോയില്ല. പുറമേയുള്ള പ്രകടമായ പാപത്തിലേക്കൊന്നും പോയില്ല. അകത്ത് നീരസമുണ്ട്, കയ്പുണ്ട്, വിരോധമുണ്ട്, വൈരാഗ്യമുണ്ട്, പകയുണ്ട്, ചിലരോട് ഇഷ്ടക്കുറവുണ്ട്, മുഷിച്ചിലുണ്ട്, ഇതൊക്കെയുണ്ട്. പക്ഷേ അതൊന്നും പാവമായിട്ട് കണക്കാക്കിയില്ല. മദ്യപാനമില്ല, വൃത്തികെട്ട ജീവിതമില്ല, ചീത്ത പെരുമാറ്റങ്ങളില്ല, അരുതാത്ത വാക്കുകളില്ല,
ഭയങ്കരമായി ക്രുദ്ധിച്ച് കോപിച്ച് പറഞ്ഞ് തുള്ളുന്ന സ്വഭാവമില്ല, കുഴപ്പമില്ല. അതുകൊണ്ട് എനിക്ക് എന്നിൽ തന്നെ ഒരു സന്തോഷമായത്, കുഴപ്പമില്ല, എന്നാലും കുഴപ്പമില്ല ഞാൻ വിചാരിച്ചിരുന്നത്. എനിക്ക് പ്രസംഗം കേട്ടിട്ട് ആവശ്യമില്ലെന്ന് വിചാരിച്ചു. പക്ഷേ ആ ദൈവദാസൻ പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ലാസറിൻ്റെ കല്ലറയ്ക്ക് പുറത്ത് ദുർഗന്ധമില്ല. മരിച്ചത് 4 ദിവസമായല്ലോ, അടക്കിയിട്ട് ശവം അടക്കിയിട്ട് 4 ദിവസമായല്ലോ. 4 ദിവസമായി കല്ലറയ്ക്ക് പുറത്ത് ഒരു ദുർഗന്ധവുമില്ല. കല്ലറയുടെ വാതിൽ തുറന്നാൽ കല്ലറയ്ക്കകത്ത് ദുർഗന്ധമാണ്. അദ്ദേഹം പറഞ്ഞു, ഇവിടെ ഈ ദേവാലയത്തിലിരിക്കുന്ന ചിലർ പുറമേ പാവമൊന്നും ഇല്ലാത്തവരാണ്, പക്ഷേ പാവമില്ലെന്ന് പറഞ്ഞിരിക്കുന്നവരാണ്. പക്ഷേ അവരുടെ ഹൃദയത്തിൽ പാവമുണ്ട്. വൈരാഗ്യം, അശുദ്ധ ചിന്തകൾ, മ്ലേച്ഛമായ മോഹങ്ങൾ, പുറത്തു പറയാൻ അറയ്ക്കുന്ന കാര്യങ്ങൾ പലതും ഹൃദയത്തിലുണ്ട്. ചിലരോടുള്ള വാശി, ചിലരോടുള്ളതായ നീരസം, കയ്പ് എല്ലാം ഉണ്ട്. എന്നാൽ കർത്താവ് ഇപ്പോൾ ലാസറിൻ്റെ കല്ലറയ്ക്കൽ വന്നെന്ന് പറഞ്ഞിട്ട് ആ ദുർഗന്ധപൂരിതമായ കല്ലറയ്ക്കുള്ളിലേക്ക് കർത്താവ് നോക്കിക്കൊണ്ട് പറഞ്ഞു, ലാസറേ പുറത്തു വരിക എന്ന്. ഞാൻ ഞെട്ടിപ്പോയി. ആ ദൈവദാസൻ എൻ്റെ നേരെ വിരൽ ചൂണ്ടുന്നതുപോലെ എനിക്ക് തോന്നി. ലാസറേ പുറത്തു വരിക. ഞാൻ ഞെട്ടലോടെ ഞാൻ ഏങ്ങലടിച്ച് കരഞ്ഞു. ഇതെന്നെ വിളിക്കുകയാണെന്ന് എനിക്ക് തോന്നിപ്പോയി. എൻ്റെ ഹൃദയം ചീഞ്ഞതായിരുന്നു, എൻ്റെ ഹൃദയം മ്ലേച്ഛമായിരുന്നു. എനിക്ക് പണം ഉണ്ടാക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. പണത്തോടുള്ള സ്നേഹം, ദ്രവ്യാഗ്രഹം, ഉന്നതനാകണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. എല്ലാവരും മാനിക്കണം, സ്നേഹിക്കണം എന്നുള്ള താല്പര്യം ഉണ്ടായിരുന്നു. അതൊന്നും പാവമാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഒരു സെൽഫാണ്, അതൊരു ഇഗോയാണെന്ന് ഞാൻ അറിഞ്ഞേയില്ല. അതൊന്നും പാവമാണെന്ന് ചിന്തിച്ചില്ല. പുറമേ പാവമൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഞാൻ സംതൃപ്തനായിരുന്നു. പള്ളിയിൽ പോകുന്നു, കുർബാന കാണുന്നു, കുമ്പസാരിക്കുന്നു. ഞാൻ 2 നേരവും ഞങ്ങളുടെ വീട്ടിൽ നമസ്കാരമുണ്ട്, പ്രാർത്ഥനയുണ്ട്, നോമ്പെല്ലാം ശക്തിയായിട്ട് നോക്കുന്നുണ്ട്. വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ. പുറമേ പ്രകടമായ പാവങ്ങളൊന്നും ഇല്ല താനും. അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ പുറമേ പാവങ്ങളൊന്നും ഇല്ലെങ്കിലും ഇന്ന് ഹൃദയം ചീഞ്ഞളിഞ്ഞ അവസ്ഥയിൽ ചിലരുടെ ഇരിക്കുന്നുണ്ട്. ലാസറേ പുറത്തു വരിക എന്ന് കർത്താവ് കൽപ്പിച്ചപ്പോൾ ലാസർ പുറത്തു വന്നു, ലാസർ ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞ് അദ്ദേഹം വിരൽ ചൂണ്ടി എൻ്റെ നേരെ ചൂണ്ടി എന്ന് എനിക്ക് തോന്നിപ്പോയി. അങ്ങനെ ആയിരിക്കില്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഞെട്ടലോടെ, പക്ഷേ അത് അല്പം ഉച്ചത്തിലായിപ്പോയി എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പറഞ്ഞു, കർത്താവേ ഇന്ന് മുതൽ ഞാൻ നിൻ്റെ വക. അല്പം ഉച്ചത്തിലായിപ്പോയോ എന്ന സംശയം. കർത്താവേ ഇന്ന് മുതൽ ഞാൻ നിൻ്റെ വക. 17-ാമത്തെ വയസ്സിൽ അന്ന് യേശു എൻ്റെ ഹൃദയത്തിലേക്ക് നടന്നു കയറി. ഈ ഹൃദയത്തിൽ യേശു പ്രവേശിച്ചു. യേശുവിടെ ഇരിപ്പുറപ്പിച്ചു. യേശുവിനെ നിയന്ത്രിക്കാൻ തുടങ്ങി. യേശു എനിക്ക് ബുദ്ധി തന്നു. പിന്നെ പരീക്ഷകളെല്ലാം പാസ്സാക്കി തന്നു. ഒന്നിനു മീതെ ഒന്നായി എനിക്ക് ഉയർച്ചകൾ തന്നു. കുടുംബം സമാധാനമായി, നിരാശ മാറി, അപകർഷതാബോധം മാറി. ഞാൻ അപ്പനുള്ള മോനാണെന്ന് എനിക്ക് ഉറപ്പ് കിട്ടി. അപ്പനുള്ള മോൻ. കരുണയുള്ള കർത്താവിൻ്റെ കൃപ എൻ്റെ മേൽ വരുന്നത് എനിക്ക് മനസ്സിലായി. ആ പ്രകാശം എനിക്ക് ലഭിച്ചെന്ന് മനസ്സിലായി. ഞാൻ പുതിയ മനുഷ്യനായി. എല്ലാ ശിക്ഷാവിധിയും മാറിപ്പോയി. എല്ലാ ശിക്ഷാവിധിയും. ശാപഗ്രസ്തമായ ഭവനമായിരുന്നു എൻ്റെ ഭവനം. ശാപഗ്രസ്തമായ ഭവനം. നല്ല സാമ്പത്തികമായും കാർഷികമായി കൃഷി ധാരാളം ഉണ്ടായിരുന്നു. നെൽകൃഷി ഉണ്ടായിരുന്നു. എല്ലാ വിധത്തിലും ഉയർന്ന കുടുംബം തന്നെയായിരുന്നു. അപ്പന് ബിസിനസ് ഉണ്ടായിരുന്നുകൊണ്ട് നല്ല സാമ്പത്തിക നിലവാരം ഉണ്ടായിരുന്നു. എല്ലാം തകർന്നു പൊടിഞ്ഞല്ലോ. നിരാശയിലായിരുന്നു. പക്ഷേ അതോടെ നിരാശയെല്ലാം മാറി. യേശു അകത്തുനിന്നതോടുകൂടി എനിക്ക് ഒരു നാഥനുണ്ട്, എനിക്കൊരു രക്ഷകർത്താവുണ്ട്, എനിക്കൊരു അപ്പനുണ്ട്, എൻ്റെ കാര്യം നോക്കാൻ എനിക്കൊരാളുണ്ട്, എൻ്റെ ആവശ്യങ്ങൾ പറയാൻ എനിക്കൊരാളുണ്ട്. ഇതെനിക്ക് ഉറപ്പ് കിട്ടി. ഞാൻ പ്രിയപ്പെട്ടവരെ അന്നു മുതൽ സന്തോഷത്തിൻ്റെ ജീവിതം ആരംഭിച്ചു. ഈ കണ്ട വർഷങ്ങളെല്ലാം യേശു എൻ്റെ കൂടെ ഇരുന്നു. ഞാൻ പലതരത്തിലും കർത്താവിനെ ദുഃഖിപ്പിച്ചിട്ടുണ്ട്. പലതരത്തിലും അവിശ്വസത വന്നിട്ടുണ്ട്. ദൈവവേലയ്ക്ക് എനിക്ക് വൈമുഖ്യം വന്നിട്ടുണ്ട്. ക്ഷീണമാണെന്ന് തോന്നിപ്പോയിട്ടുണ്ട്. വിലയ്ക്ക് വിളിക്കുന്നിടത്തേക്ക് പോകാതിരുന്ന സമയങ്ങളുണ്ട്. എനിക്ക് ഹൃദയത്തിൽ ചില നീറ്റിലോ ഇഷ്ടക്കുറവുകളോ മുഷിച്ചിലോ ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ കർത്താവിനോട് പറഞ്ഞ് കർത്താവെ ക്ഷമിക്കണമെന്ന് പറഞ്ഞ് മോചനം പ്രാപിച്ച് മുന്നോട്ട് പോവുകയാണ്. സ്നേഹിതരെ, നിങ്ങൾക്ക് വേണമെങ്കിൽ യേശുവിനെ പ്രാപിക്കാം. അത് നാളേക്ക് മാറ്റി വയ്ക്കണ്ട. ഇപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് കാര്യം ചിന്തിച്ചാൽ മതി. യേശുവേ, ഞാനിതാ പാവിയായ മനുഷ്യൻ. അകം മുഴുവൻ ചീഞ്ഞിരിക്കുന്നു. അകത്ത് മുഴുവൻ ദുർഗന്ധമാണ്. അകത്ത് ചീത്ത വിചാരങ്ങളാണ്, മലിന വികാരങ്ങളാണ്, മ്ലേച്ഛ മോഹങ്ങളാണ്, അരുതാത്ത ആഗ്രഹങ്ങളാണ്. കർത്താവേ, എൻ്റെ ഹൃദയത്തിൽ തിന്മയുണ്ട്. ചിലരോട് ഈർഷ്യയുണ്ട്, ചിലരോട് വഴക്കുണ്ട്, ചിലരോട് പിണക്കമുണ്ട്, ചിലരോട് അസൂയയുണ്ട്. കർത്താവേ, പലതരത്തിൽ ഞാൻ കുറ്റമുള്ളവനാണ്.
തുറന്നു പറഞ്ഞ് കളയൂ പ്രിയപ്പെട്ടവരെ. അതിവേഗം നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് തിന്മകൾ കളയൂ. അതിവേഗം പാവത്തെ നിങ്ങൾ ഹൃദയത്തിൽ ഇട്ട് കളയുക. എല്ലാ പാവവും ഇട്ട് കളഞ്ഞ് നിങ്ങളിന്ന് സ്നേഹവാനായ ക്രിസ്തുവിൻ്റെ ഹൃദയത്തിലേക്ക് നിങ്ങൾ ക്ഷണിക്കുക. യേശു വരട്ടെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക്. കർത്താവായ യേശു ക്രിസ്തു വരട്ടെ. ന്യായവിധിയുടെ ദിവസം ആരംഭിക്കുന്നതിന് മുൻപ് ഇപ്പോൾ തന്നെ നിങ്ങൾ തിരിഞ്ഞു വരുവീൻ. ടേൺ അഗെയിൻ ടു ഗോഡ് സോ ദാറ്റ് ഐ ക്യാൻ ഗിവ് യു ബെറ്റർ ന്യൂസ്. നിങ്ങൾ അതിവേഗം ദൈവത്തിലേക്ക് വീണ്ടും തിരിഞ്ഞുകൊള്ളുക. അങ്ങനെ ഞാൻ നിങ്ങൾക്ക് നല്ല വാർത്തകൾ തരാൻ എനിക്ക് സാധിക്കും. ടേൺ അഗെയിൻ ടു ഗോഡ് സോ ദാറ്റ് ഐ ക്യാൻ ഗിവ് യു ബെറ്റർ ന്യൂസ്. കാവൽക്കാര രാത്രി എന്തായി, കാവൽക്കാര രാത്രി എന്തായി ചെയ്യുന്നതിന് വിളിച്ചു ചോദിക്കുന്നു. കാവൽക്കാരൻ പറയുന്നു, പ്രഭാതവും രാത്രി വന്നിരിക്കുന്നു. യുവർ ജഡ്ജ്മെന്റ് ഡേ ഈസ് ഡോണിങ് നൗ. ടേൺ അഗെയിൻ ടു ഗോഡ് സോ ദാറ്റ് ഐ ക്യാൻ ഗിവ് യു ബെറ്റർ ന്യൂസ്. വേഗം ദൈവത്തിലേക്ക് ഇത് ചെയ്യുക. സഹോദരങ്ങളെ, നിങ്ങൾ ഏത് ജാതിയിലുള്ളവരാണെങ്കിലും ഏത് മതത്തിലുള്ളവരാണെങ്കിലും ഏത് സഭാ സമുദായങ്ങളിലുള്ളവരാണെങ്കിലും പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ സാമ്പത്തിക നിലവാരം എന്താണെങ്കിലും ഒന്നും നോക്കണ്ട. നിങ്ങൾ ദൈവത്തിൻ്റെ കൈപ്പണിയാണ്. യേശു നിങ്ങൾക്ക് വേണ്ടിയാണ് ക്രൂശിൽ മരിച്ചത്. യേശു ക്രിസ്തുവിൻ്റെ കുറ്റമില്ലാത്ത രക്തം ചിന്തിയത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ്. ആ രക്തം നിങ്ങളുടെ പാപം കഴുകുന്നതാണ്. ഇനിമേൽ പാപം ചെയ്യുകയില്ല എന്ന് തീരുമാനമെടുത്തുകൊണ്ട് കർത്താവിന് നിങ്ങളൊരു വാക്ക് പറയുമെങ്കിൽ ഇപ്പോൾ ക്രിസ്തുവിൻ്റെ കരം നിങ്ങളുടെ തലമേൽ വരും. ഇനിമേൽ ഞാൻ പാപം ചെയ്യുകയില്ല കർത്താവേ, ഇനിമേൽ അരുതാത്തൊന്നും എൻ്റെ ജീവിതത്തിൽ വരികയില്ല കർത്താവേ, എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം എനിക്ക് ക്ഷമിച്ചു തരണമേ, ഇനിമേൽ ഞാൻ പുതിയ മനുഷ്യനായി ജീവിക്കും. ഒരു ക്രിസ്തുവിലായാൽ ഞാൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാത് പുതുതായി തീർന്നിരിക്കുന്നു, നാഥാ ഇന്നു മുതൽ ഞാൻ പുതിയ സൃഷ്ടിയായി ജീവിക്കും. അങ്ങനെ നിങ്ങൾ തീരുമാനിക്കുന്നുവെങ്കിൽ ഇപ്പോൾ തന്നെ കർത്താവിൻ്റെ കരം നിങ്ങളുടെ തലമേൽ വരും. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ക്രിസ്തു യേശുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും. ക്രിസ്തുവിലാകുക, ക്രിസ്തുവിലാകുക, ക്രിസ്തുവിൻ്റെ തിരുഹൃദയത്തിലാകുക. ആ പെട്ടകത്തിൽ കയറുക. പെട്ടകത്തിന് വാതിൽ അടയ്ക്കുന്നതിന് മുമ്പ് വേഗം പെട്ടതിൽ കയറിക്കൊള്ളുക. വാതിലടയ്ക്കുന്നത് എപ്പോഴാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. കൃപയുടെ വാതിൽ അടയ്ക്കുന്നതിന് മുൻപ് വേഗം പെട്ടതിൽ പ്രവേശിച്ചുകൊള്ളുക. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങൾ കൊടുക്കുക. ഈ സമയം നഷ്ടപ്പെടുത്തരുത്. നമ്മുടെ തലകളെ നമുക്ക് ഉണക്കാം. ഇപ്പോൾ കർത്താവിൻ്റെ കരം നിങ്ങളുടെ തലമേൽ വയ്ക്കുവാൻ കർത്താവ് ആഗ്രഹിച്ച് നിൽക്കുകയാണ്. നിങ്ങളുടെ അരികത്ത് വന്നിട്ടുണ്ട്, നിങ്ങൾ സമീപത്ത് വന്നിട്ടുണ്ട്. രോഗസ്ഥമായ ശരീരത്തിന് മേൽ കർത്താവ് കരം വയ്ക്കുവാൻ കർത്താവ് ആഗ്രഹിച്ച് നിൽക്കുകയാണ്. രോഗം മാറ്റുവാൻ കർത്താവ് മനസ്സിലുള്ളവനാണ്. നിങ്ങളുടെ കുടുംബത്തിലുള്ള ബാധകൾ മാറ്റാൻ കർത്താവ് മനസ്സിലുള്ളവനാണ്. മനസ്സിലുള്ള കർത്താവ് നിങ്ങളുടെ അരികത്ത് വന്ന് എല്ലാ ശാപങ്ങളും മാറ്റുവാൻ കർത്താവ് നിൽക്കുകയാണ്. കർത്താവിൻ്റെ ആണിപ്പാടുള്ള കാര്യം, തിരുരക്തം വരേണ്ട കാര്യം, ആ കാര്യം നിങ്ങളുടെ തലമേൽ വയ്ക്കുവാൻ കർത്താവ് ആഗ്രഹിച്ച് നിൽക്കുകയാണ്. വേണമെങ്കിൽ നിനക്ക് രക്ഷപ്പെടാം. മകനെ, നാളെ നിനക്കൊരു അവസരം കിട്ടിയില്ലെങ്കിലോ, നാളെ പ്രഭാതം നീ കണ്ടില്ലെങ്കിലോ, ഇന്ന് രാത്രി നീ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയാലോ, എങ്കിൽ ഇപ്പോൾ തന്നെ നിന്റെ ഹൃദയം കർത്താവിന് കൊടുക്കുക. ഇപ്പോഴാവുന്ന രക്ഷാ ദിവസം, ഇപ്പോൾ തന്നെ സുപ്രസാദകാലം. ഹാലലൂയ, 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 ഹാലലൂയ. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ സമയം ഞങ്ങൾക്ക് തന്നതിനായി ഞങ്ങൾ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുവാൻ നീ ഇന്ന് ഒരുക്കിയ ദിവസമാകയാൽ ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, ഈ മക്കളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. നാഥ, പാപങ്ങൾ ക്ഷമിക്കണമേ, രോഗങ്ങൾ മാറ്റണമേ, ബാധകൾ നീക്കണമേ, ബന്ധങ്ങൾ അഴിക്കണമേ, കുടുംബശാപങ്ങൾ മാറ്റണമേ, എല്ലാവരെയും സ്വർഗ്ഗരാജ്യത്തിന് വേണ്ടി ഒരുക്കണമേ. അവിടുത്തെ രണ്ടാമത്തെ വരയിൽ പറന്നു വരുന്ന വിശുദ്ധന്മാരുടെ നിലനിൽപ്പാൻ എല്ലാവരെയും യോഗ്യരാക്കി തീർക്കണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിൻ്റെ രാജകീയ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ. അമൃതധാര എല്ലാ ശനിയാഴ്ചയും രാവിലെ 6:30 മുതൽ 7 മണി വരെ നിങ്ങളുടെ സൂര്യ TV-യിൽ.